തനിക്കുണ്ടായ വിധിയെ പഴിച്ചുകൊണ്ട് ഷീബ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. രാജകുമാരിയെപ്പോലെ കഴിഞ്ഞിരുന്ന ഷീബ ഇന്ന് മറ്റുള്ളവരുടെ വീടുകളിൽ പോയി അവർക്ക് ജോലികൾ ചെയ്തു കൊടുത്ത് അവിടുത്തെ വേല ചെയ്ത് അവരുടെ വിഴുപ്പലക്കി ഇന്ന് മക്കളെ വളർത്തുകയാണ്. രാജകുമാരിയെപ്പോലെ കഴിഞ്ഞിരുന്നതാണ് ഷീബ. ഒറ്റപ്ലാക്കിലെ തോമസിൻ്റെയും അന്നമ്മയുടെയും മകളാണ് ഷീബ. തോമസിനും അന്നമ്മയ്ക്കും 3 മക്കളാണ്. ഷീബയാണ് മൂത്തത്. അതിനിളയ 2 ആൺകുട്ടികളാണ്. ഷീബ പഠിക്കുവാൻ ബഹുമിടുക്കിയായിരുന്നു. ആ അപ്പനും അമ്മയും മക്കളുടെ പഠനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുന്നുള്ള ആഗ്രഹത്തോടെ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഷീബ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഷീബയ്ക്ക് നേഴ്സിംഗ് പഠനത്തിലുള്ളതായ സൗകര്യങ്ങൾ ഒത്തു. അതിന് അല്പം പൈസ മുടക്കണമായിരുന്നു. ആ പൈസയൊക്കെയും അപ്പനും അമ്മയും കൂടെ മുടക്കി കൊടുത്തു. അങ്ങനെ ഷീബ 3 വർഷം ആ അപ്പോളോ ഹോസ്പിറ്റലിൽ പഠനം പൂർത്തീകരിച്ച്, നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ അവൾക്ക് ജോലിയും കിട്ടി. അപ്പനും അമ്മയും വളരെ ആശ്വസിച്ചു. മകൾ ഒരു ജോലിക്കാരിയായല്ലോ, ഇനി തങ്ങൾക്ക് അല്പം ആശ്വാസമാകുമല്ലോ, തന്നെയല്ല ഇളയ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെയും പഠിപ്പിക്കാമല്ലോ. അങ്ങനെ 2-3 വർഷം ഷീബ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അപ്പൻ്റെയും അമ്മയുടെയും പേരിൽ അയച്ചു കൊടുത്തു. ഇങ്ങനെ കഴിയുമ്പോഴാണ് ഷിബു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഷീബ കണ്ടുമുട്ടുന്നത്. കണ്ടാൽ തന്നെ വളരെ സുഖമനും നല്ല വസ്ത്രധാരണം ധരിച്ചതാകുന്ന ഈ ഷിബു ഈ ഷീബ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്ത ഉള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കണ്ട പാടെ തന്നെ 2 പേർക്കും തങ്ങൾ ഇഷ്ടമായി. പിന്നെ ദിവസവും കാണാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അവർ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഒടുവിൽ ഇവരങ്ങ് തങ്ങൾ വിട്ടുപിരിയാൻ വയ്യാത്തതായ ഒരടുപ്പത്തിലേക്ക് എത്തിച്ചേർന്നു. ഒടുവിൽ ഷിബു പറഞ്ഞു, ഞാൻ തന്നെ വിവാഹം കഴിക്കാം, നമുക്കൊന്നിച്ച് ജീവിക്കാം, എനിക്ക് ജോലിയുണ്ടല്ലോ. അപ്പോൾ ഷിബു പറഞ്ഞിരുന്നത് ഷിബു കസ്റ്റംസിൽ ജോലിയാണെന്നാണ് പറഞ്ഞു. തന്നെയല്ല, അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഫോറിൻ സാധനങ്ങളൊക്കെയും വീട്ടിൽ കൊണ്ടുവരികയും അത് ഷീബയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഷീബ മനസ്സിൽ ചിന്തിച്ചു, തൻ്റെ ജോലിക്കനുസരിച്ച് തനിക്ക് നല്ലൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയല്ല കിട്ടിയത്. ആ ഷീബ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. വീട്ടുകാരും ഈ കാര്യത്തെപ്പറ്റി തിരക്കി. ഈ ഷീബ പറഞ്ഞത് അവർ വിശ്വസിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹം നടത്തുവാൻ വേണ്ടി വീട്ടുകാരെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഷീബയും ഷിബുവും നാട്ടിൽ വന്നാണ് വിവാഹം കഴിഞ്ഞത്. അവിടുത്തെ പള്ളിയിൽ നല്ല ആർഭാടമായിട്ടാണ് വിവാഹം നടത്തിയത്. തന്നെയല്ല, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉണ്ടായിരുന്നു ഷിബുവിൻ്റെ കൂടെ. എല്ലാം നല്ല പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കാറയിലൊക്കെയാണ് വന്നത്. അപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു, ഏതായാലും തോമസിൻ്റെ അന്നമ്മയുടെയും ആ അധ്വാനത്തിൻ്റെ അവർക്കൊരാശ്വാസമായല്ലോ, മകളെ നല്ല രീതിയിൽ കൂടി മകൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊക്കെയും ആ നാട്ടിലുള്ളവരൊക്കെയും പറഞ്ഞ് അവർക്കും വളരെ സന്തോഷമായി. കാരണം ഈ തോമസ് വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. കാരണം കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ കൃഷിയാണ്. മറ്റുള്ളവരുടെ പറമ്പുകൾ പാട്ടത്തിനെടുത്ത് അതിനകത്ത് കൃഷി ചെയ്താണ് ചെറിയൊരു വീടൊക്കെ വെച്ച് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അങ്ങനെ പല മനക്കോട്ടകളും ഈ അപ്പനും അമ്മയൊക്കെയും കണക്ക് കൂട്ടി ഇളയ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഈ മക്കളുണ്ടാകുമല്ലോ എന്നുള്ള കണക്കൂട്ടിലൊക്കെയാണ് ഇവരെ മുന്നോട്ട് പോയത്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ ആ ചിന്തയ്ക്കും അവരുടെ ആ ജീവിതത്തിനൊക്കെയും ഒരു കരുനിഴൽ പോലെ ഷീബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായ ഒരനുഭവം. ഷീബ ഹോസ്പിറ്റലിൽ പോയി, ഡൽഹിയിൽ ഇവർ മടങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ പോയി ജോലിയിൽ തുടർന്നു. ഈ ഷിബു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വരുന്നു. അവർ ഡൽഹിയിലൊരു ഫ്ലാറ്റിലാണ് ഷിബു താമസിക്കുന്നത്. അപ്പോൾ ഷീബ ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച അവധി, ഡ്യൂട്ടിയില്ല, അവധിയാണ്, ആ ഫ്ലാറ്റിൽ പോയി. അങ്ങനെ വർഷങ്ങൾ 2, 3, 4 കഴിഞ്ഞു. ഇതിനോടകം ഇവർക്ക് 2 മക്കളുണ്ടായി.
ഷിബു വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട്. നല്ല ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയല്ല, അപ്പോൾ ആ രീതിയിൽ കൂടി 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഷിബു പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി നീ ജോലിക്ക് പോകണ്ട, എനിക്ക് ശമ്പളമുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും, നമുക്ക് നാട്ടിൽ നമുക്ക് ഇച്ചിരി സ്ഥലവും വീടും വേറെ വാങ്ങിച്ച് നല്ലൊരു വീടൊക്കെ പണിന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഈ ഷീബ വിശ്വസിച്ചു. 2 മക്കൾ, അവരെ കുഞ്ഞുങ്ങളാണ്. ഒന്നിന് 2 വയസ്സും ഒന്നിന് 1 വയസ്സും. അപ്പം കുഞ്ഞുങ്ങളെ നോക്കുവാൻ വേണ്ടിയാണ് ഇനി ജോലിക്ക് പോകണ്ട, ജോലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ ആ വാക്ക് ഷീബ കേട്ടു. അങ്ങനെ ആ ജോലി അവൾ ഉപേക്ഷിച്ചു. അവൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുവാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ദിവസം 3-4 ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് കടന്നു വന്നു. ഈ ഷിബുവിനെക്കുറിച്ച് തിരക്കി. അപ്പോൾ അവൾ വിവരങ്ങൾ തിരക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവരിൽ നിന്ന് അറിഞ്ഞൊരു വിവരം, ഷിബു ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനല്ല, ഷിബു ഒരു പിടികിട്ട പുള്ളിയാണ്. സ്മഗ്ലിങ്ങിൻ്റെ ഏജൻറ്റിൽ പെട്ട ഒരു വ്യക്തിയാണ് ഈ ഷിബു. പലവിധமான മോഷണങ്ങൾ, അന്താരാഷ്ട്ര സംഘടനയിൽപ്പെട്ട ആ കണ്ണിയിൽപ്പെട്ട ഒരു കണ്ണിയാണ് ഈ ഷിബു. അപ്പോൾ ഷിബുവിനെ തപ്പി ഇന്ന് പോലീസ് ഇന്ന് നടക്കുകയാണ്. ഇൻ്റർപോളിൽ തന്നെ ഷിബുവിനെക്കുറിച്ച് ചില രേഖകളൊക്കെ ഉണ്ട്. ഷീബ ആകപ്പാടെ ഞെട്ടിപ്പോയി. തൻ്റെ കണക്കുകളിലെല്ലാം തെറ്റിയല്ലോ. ഷീബയുടെ ജോലി പോയി. അങ്ങനെ 3-4 മാസം കൂടെ അവിടെ കഴിഞ്ഞു. പക്ഷേ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാവുന്നു. കാരണം ഈ ഷിബുവിനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാരും. ഷിബു അകത്തുണ്ടോ പുറത്താണോ എന്ന് ആർക്കും അറിയത്തില്ല. ഷീബ നാട്ടിൽ വന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ടിന്ന് 2 വർഷങ്ങളായിട്ട് ഇന്ന് നാട്ടിൽ കഴിയുകയാണ്. മൂത്ത കുഞ്ഞിന് ഇന്നുണ്ട് 12, 13, 15 വയസ്സുണ്ട്. ഇന്ന് മറ്റുള്ളവരുടേതായ വീടുകളിൽ പോയി അവരുടെ ജോലി ചെയ്ത് വിഴുപ്പലക്കി പാത്രം കഴുകി ആ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. തനിക്ക് വന്നതാണ് ദുരന്തം, തനിക്കുണ്ടായ, താൻ വരുത്തി വെച്ചാണ്. തനിക്ക് ആരോടെയും പരാതിയില്ല. ആരോട് പരാതി പറയാനാണ്? താൻ മുഖാന്തരം ഉണ്ടായ കാര്യമാണ്. അന്ന് പലരും പറഞ്ഞതാണ് ഇത് വേണ്ട, ശരിക്കും അന്വേഷിക്കണം. പക്ഷേ വീട്ടുകാർ ഷീബ പറഞ്ഞത് മാത്രം വിശ്വസിച്ചു. ആ അനുഭവത്തിൽ കൂടെ ഷീബ ഇന്ന് വളരെ ദുഃഖത്തോടെ ഇന്ന് നാട്ടിൽ ചെയ്യാവുന്ന വീടുകളിലൊക്കെ ചെയ്ത് പണി ചെയ്ത് ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കുന്നു.